ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ രാവിലെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ചെയ്യും. ചെറിയൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. നമുക്ക് സ്നാക്കായിട്ടോ ഒക്കെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് റവയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 1.5 കപ്പ് റവ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ഞാനൊരു 5-8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5-6 മതിയായിരിക്കും. എരിവിന് ആവശ്യമായിട്ട് ഒരു പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ജീരകമാണ്. 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊരു 1/4 കപ്പോളം ചിരകിയ തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു 1.5 കപ്പോളം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ആദ്യം ഒന്ന് നോക്കണം. എന്നിട്ട് ബാക്കി കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നും ഇങ്ങോട്ട് പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങയൊക്കെ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നല്ല പാലൊക്കെയുള്ള തേങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. ഇപ്പോൾ ഇത് ജാറ് കഴുകിയിട്ട് ഒരല്പം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ എക്സ്ട്രാ ചേർക്കുന്നുണ്ടെങ്കിൽ അത് എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ 1.5 കപ്പ് റവയ്ക്ക് ഏകദേശം ഒരു 1.5 കപ്പോളം തന്നെ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1.5-1.25 കപ്പ് വെള്ളം അത്രയും നമുക്ക് വേണ്ടൂ. അതുപോലെ തന്നെ ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ടുള്ള മാവ് നമ്മൾ റെഡിയാക്കരുത്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ മാവ് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരുപാട് കുറഞ്ഞു പോയാൽ വളരെ തിക്കായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത്രയ്ക്കാണ്ട് സോഫ്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു ലൂസിൽ നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അളവ് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിരുന്ന വെള്ളത്തിൽ നിന്ന് ഇത്ര മാത്രമേ ഒരു ബാക്കിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളത്തിൻ്റെ അളവാണ് നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ വേണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നെയ്യിൽ വേണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ ഒരു പാനിൽ റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ഓയിൽ മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതിയായിരിക്കും. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു തവി മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തട്ടോ. അതായത് ഒരുപാട് അങ്ങോട്ട് റൗണ്ടിൽ നമ്മൾ പരത്തിയെടുക്കേണ്ട, തിന്നായിട്ട് പരത്തണ്ട. കുറച്ചൊരു കട്ടിയുള്ള രീതിയിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ മുകളിലും ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരല്പം സമയം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു വശം ഒന്ന് റെഡിയായി വരണം. ഇതിൻ്റെ മുകൾ വശം നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരുന്നത് വരെ നമ്മൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു വശം കുറച്ചൊന്ന് കുക്കാവുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത വശവും കുറച്ചൊന്ന് റെഡിയായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതായത് ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് കേട്ടോ. കുറച്ചൊന്ന് കളർ മാറിയിട്ടുള്ള രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് ഇത്. റവയും അതുപോലെ തന്നെ തേങ്ങയും ആ ഉള്ളിയുടെയും ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു മണം വരുന്നത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളതാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് രാവിലെ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കുന്ന നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പലരും ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം, എന്നാൽ ചിലർക്കെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്യാൻ എന്നുള്ളത് അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇത്. നമുക്ക് ഈവനിങ്ങിൽ സ്നാക്കായിട്ട് വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. ഒരു ചെറിയൊരു എരിവും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നും ഇത് കഴിക്കാനായിട്ട് വേണമെന്നില്ല കേട്ടോ. അപ്പോൾ വെറൈറ്റി ആയിട്ട് എന്നും ഒരേപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിരിക്കുന്നവർക്ക് കുറച്ചൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇത് ഈ ഒരു രീതിയിലൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇതേപോലെയുള്ള എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല നല്ല റെസിപ്പികളും അതുപോലെ തന്നെ കറികൾ, അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ ടിപ്സുകൾ, ഹെയർ ഡൈകൾ, ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള റെമഡീസുകൾ, അതുപോലെ തന്നെ
നമ്മുടെ ഹെൽത്തിന് ഉള്ള റെമഡീസുകൾ അങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിലേക്ക് കയറിയിട്ട് ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.